എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാംഗോ പിക്കിളിൻ്റെ. അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത്, എത്രത്തോളം ചേർക്കണം, ഇതെല്ലാം വളരെ വിശദമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം ഇനി മാങ്ങയുടെ സീസൺ വരാൻ പോവുകയാണ്. അപ്പോൾ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി വെക്കാം. ഇത് ഉടനെ തന്നെ കൂട്ടാം. മാങ്ങ പലതരത്തിൽ നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം. അതായത് കടുമാങ്ങ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അത് ഇപ്പം ഈ വർഷം നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലാണ് അത് മാങ്ങയുടെ സീസണൊക്കെ വരുമ്പോഴത്തേക്കുമാണ് അത് ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത്. ആ മാങ്ങ നമ്മൾ ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പിന്നീട് എടുത്തു നോക്കുമ്പോൾ ആ മാങ്ങയൊക്കെ ഒന്ന് ചുളുങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് ഉള്ളൊരു അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് കണ്ണിമാങ്ങ അച്ചാർ. ഇപ്പം നമുക്ക് നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ ടെൻഡർ മാംഗോ പിക്കിൾ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. അതിലവർ പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത്, പിന്നെ എൻ്റെ അമ്മയും അമ്മുമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നതും ചിറ്റയൊക്കെ ഉണ്ടാക്കിയിരുന്നതും പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത പിക്കിളാണ്. ഇത് ചീത്തയാവോ ഒന്നുമില്ല, പൂത്തുപോകുമോ അങ്ങനെ ഒന്നുമില്ല. അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഉള്ള കാലമല്ല. പക്ഷെ എങ്കിൽ പോലും അത് ചീത്തയാവത്തേയില്ല. പിന്നെ ഈ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പം ഈ വിനീഗറാണ് ചേർക്കുന്നത്, വിനാഗിരി എന്ന് പറയും. ആ സാധനം ചേർത്തിട്ടാണ് പലരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രിസർവേറ്റീവാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് പതിവ്. പിന്നെ ഇപ്പോൾ ഇതുപോലെ കണ്ണിമാങ്ങ അച്ചാറല്ലാതെ മാങ്ങ കുറച്ചും കൂടെ മൂത്ത് കഴിയുമ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചെത്തിയിട്ട് ചെത്തുമാങ്ങ അച്ചാർ അങ്ങനെയും ഉണ്ടാക്കാം. അതും കുറച്ച് നാൾ വെച്ചിരുന്ന് കൂട്ടാം. കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കൂട്ടുന്ന ഒരു അച്ചാറാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. ഇൻസ്റ്റൻറ്റ് പിക്കിൾ, മാംഗോ പിക്കിൾ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ കൂട്ടാം. ചോറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്, എത്രത്തോളം എടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഇവിടെ ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ പുളിയുള്ള മാങ്ങയാണ്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ കഴുകി അതിൽ ചെത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. വലിയ പീസസ് ആവരുത്, ചെറിയ ചെറിയ പീസസ്. എന്നിട്ട് ഇത് മുഴുവൻ ഞാനിങ്ങനെ ചെറുതായിട്ട് ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 മാങ്ങയും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ ഒരു പാത്രത്തിലേക്ക് പകർത്തി. കാരണം കുറച്ച് വലിയ പാത്രം വേണം. എന്നാലും നമുക്കിതിലിട്ട് ഇതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുഴുവൻ മാങ്ങയും കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കല്ലുപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് ഒന്നിളക്കി വെക്കണം. അപ്പോൾ ഈ മാങ്ങ കഷ്ണത്തിലേക്ക് ഈ ഉപ്പ് നല്ലതുപോലെ പിടിക്കണം. കല്ലുപ്പല്ലേ, അത് ഇതിൽ പിടിച്ച് നല്ലതുപോലെ അലിഞ്ഞ് ഈ മാങ്ങ കഷ്ണത്തിലേക്ക് ചേർന്നോളും. ഇനി ഒരു ചീനച്ചട്ടിയോ ഒരു പാനോ അടുപ്പത്തേക്ക് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തണുത്തോളും. അടുത്തതായിട്ട് ഈ പാനിലേക്ക് തന്നെ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കണം. എണ്ണ നല്ലെണ്ണയാണ്, അതായത് എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കായം
അതായത് കട്ടയായിട്ട് നമുക്ക് കിട്ടുന്ന കായ ഉണ്ടല്ലോ, അതാണ് നല്ല സ്മെല്ലും നല്ല രുചിയുള്ളത്. അതൊരു ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു 2-3 കഷ്ണം അതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ലൊരു കളർ വരുമ്പോൾ അതും എടുത്ത് ഈ ഉലുവയുടെ കൂടെ ഇട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇവിടെ ഈ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും. അത് മാറ്റണ്ട. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ, അത് മുഴുവനായിട്ടുള്ള ഉലുവ നേരത്തെ നമ്മൾ പൊടിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇത് ഇട്ട് 1/4 ടീസ്പൂൺ വേണ്ട, കഷ്ടി മതി. അത്രയും ഉലുവ ഇട്ടിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1-2 വലിയ അല്ലിയാണെങ്കിൽ 1-2 അല്ലി എടുത്താൽ മതി. ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി അതിന് ശേഷം നമ്മൾ 2-3 ചുമന്ന മുളകില്ലേ, അത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുകയാണ്. ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് മുളക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, മറ്റേ നല്ല എരിവുള്ള മുളക് പൊടി രണ്ടും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂണും മറ്റേ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. ഇത് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. അതായത് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ചും എരിവുള്ള മുളക് പൊടി കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്, കാരണം അതിനൊരു കളറൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എരിവിനും എരിവുള്ള മുളക് പൊടി, നല്ല ഹോട്ട് ചില്ലി പൗഡറും അതും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഉലുവയും കായവും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ചെറിയ ജാറിൽ. നല്ലതുപോലെ പൊടിക്കണം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണമാണ്. ആ ഉലുവയുടെയും കായത്തിൻ്റെയും ആ വറുത്ത് പൊടിച്ചതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പിക്കിൾ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഈ സമയം തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഇനിയും ഇതിപ്പം ഡ്രൈ ആയിട്ടുള്ള ഒരു പിക്കിളേ ആയിട്ടുള്ളൂ. നമുക്കൊരു അല്പവും കൂടി ഇതിനൊരു ഗ്രേവി വേണമെങ്കിൽ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ചേർക്കരുത്. 1/4 കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ഇതെല്ലാം ഈ കഷ്ണം ഇതിലൊന്ന് പെരണ്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കൂട്ടാനുള്ളതാണല്ലോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അച്ചാറാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്കെല്ലാം പിടിച്ച ഉപ്പും മുളകും പിന്നെ കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ എല്ലാം ഈ കഷ്ണത്തിൽ പിടിച്ച് നല്ല റെഡിയായി കിട്ടും. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ ഒക്കെ മാറ്റാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. എൻ്റെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കണം എല്ലാവരും. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.